وتعصب هذه الغرض. كما نتابع هذه الكاميرا كاميرا مرتبة على احدى المباني تظهر. ഇസ്രായേൽ ലബനനിൽ നടത്തിയ ആക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. തെക്കൻ ലബനനിലെ 50 ഗ്രാമവാസികളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം. ഇസ്രായേലിലെ ജെറുസലേമിന് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു, 40 പേർക്ക് പരിക്ക്. ടെൽ അവീവിലും തുടർച്ചയായ ആക്രമണം. ഇറാനിൽ ടെഹ്റാനിലെ ഗാന്ധി ആശുപത്രിക്ക് നേരെയും ആക്രമണം. ജീവനക്കാരെയും രോഗികളെയും ഒഴിപ്പിച്ചു. ഗൾഫ് മേഖലയിൽ ഇറാൻ ആക്രമണം കടുപ്പിക്കുന്നു. അമേരിക്കയുടെ F-15 യുദ്ധവിമാനം കുവൈറ്റിൽ വെടിവെച്ചിട്ടുവെന്ന് ഇറാന്റെ അവകാശവാദം. ബഹ്റൈനിലെ അൽ ജുഫൈർ, സൽമാൻ തുറമുഖങ്ങളിൽ ഇറാന്റെ ആക്രമണം. കുവൈറ്റിലെ US എംബസിക്ക് സമീപം സ്ഫോടനം. അവശിഷ്ടങ്ങൾ വീണ് 2 തൊഴിലാളികൾക്ക് പരിക്ക്. അബുദാബിയിലും ഇറാന്റെ സ്ഫോടനങ്ങൾ തുടരുന്നു. ആക്രമണം തുടർന്നാൽ ഇറാന് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് GCC. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക അറിയിച്ചു. സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അഭ്യർത്ഥിച്ചു. UAE പ്രസിഡന്റിനെയും ഫോണിൽ ബന്ധപ്പെട്ടു. UAEയോടുള്ള ഐക്യദാർഢ്യം അറിയിച്ചു. UAEയിലെ ഇന്ത്യക്കാരോടുള്ള കരുതലിന് നന്ദി എന്നും പ്രധാനമന്ത്രി. ഇറാനെതിരായ ആക്രമണങ്ങൾക്ക് കൂടുതൽ സമയം എടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതുവരെ ആക്രമണം തുടരും. ഇറാൻ വലിയ രാജ്യമായതിനാൽ ലക്ഷ്യം കൈവരിക്കാൻ 4 ആഴ്ച വരെ എടുത്തേക്കാമെന്ന് ട്രംപ്. ആക്രമണത്തിന് ബ്രിട്ടന്റെ സൈനിക താവളങ്ങൾ വിട്ടുനൽകുമെന്ന് പ്രസിഡന്റ് കൈർ സ്റ്റാർമർ. പശ്ചിമേഷ്യയിലെ സംഘർഷം തീവ്രമായതോടെ കുതിച്ചുയരുന്നു എണ്ണവില. ക്രൂഡ് ഓയിൽ വിലയിൽ 10% വർധന. $72 നിന്ന് $82 ഉയർന്നു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം നിർത്തിവെച്ചു കമ്പനികൾ. കപ്പലുകളെ MSC, മേഴ്സെക് കമ്പനികൾ തിരികെ വിളിച്ചു. ഗൾഫിലെ പൊതുപരീക്ഷകൾ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറ്റി. SSLC, +2 പരീക്ഷകൾ മാറ്റിവെച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപകൻ വഴി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷ നൽകണം. സ്ഥിതി വിലയിരുത്തി കുട്ടികൾക്ക് അനുകൂലമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി. SSLC മാർച്ച് 5 പരീക്ഷയും ഹയർ സെക്കൻഡറി മാർച്ച് 5, 6, 7 തീയതികളിലെ പരീക്ഷയും മാറ്റിവെക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന് ജാമ്യമില്ല. 2 ജാമ്യ ഹർജികളും കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ജാമ്യത്തിന് അപേക്ഷിച്ചത് ആരോഗ്യനില ഗുരുതരമെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു. വിധി മെഡിക്കൽ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം. ലൈംഗികാതിക്രമ പരാതിയിൽ സംവിധായകൻ P ചിദംബരത്തിനെതിരെ പോലീസ് കേസെടുത്തു. യുവതിയുടെ ഫ്ളാറ്റിൽ അതിക്രമിച്ച് കയറിയെന്നതാണ് പരാതി. ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറിയെന്നും പരാതിയിൽ പറയുന്നു. എറണാകുളം സൗത്ത് പോലീസാണ് കേസെടുത്തത്. പരാതിക്കാസ്പദമായ സംഭവം നടന്നത് 2022. കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ചർച്ചയാകും. കരാറിൽ ഈ വർഷം അവസാനത്തോടെ ഒപ്പുവെക്കാൻ സാധ്യത. ഇത് ഇരു രാജ്യങ്ങൾക്കും വലിയ അവസരമെന്ന് കാർണി. ഹൈദരാബാദ് ഹൗസിൽ ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ തമ്മിൽ നിർണായകമായ ചർച്ച നടത്തി. സെമി ഫൈനലിലേക്ക് ഇന്ത്യയെ ഒറ്റയ്ക്ക് ഉയർത്തിയതിൻ്റെ ആവേശത്തിൽ സഞ്ജു സാംസന് ലോകമെങ്ങും നിന്ന് അഭിനന്ദന പ്രവാഹം.
വിൻഡീസിനെ തോൽപ്പിച്ചത് 4 ബോളുകൾ ബാക്കി നിൽക്കെ 5 വിക്കറ്റിന്. 50 പന്തിൽ 97 റൺസ് അടിച്ച് സഞ്ജു ഇന്ത്യയുടെ വിജയശില്പിയായി. സെമിയിൽ ഇന്ത്യയുടെ എതിരാളികൾ ഇംഗ്ലണ്ട്.